കുറച്ചു ദൂരെ മുന്നോട്ട് പോയപ്പോൾ ടൈറ്റസ് മെല്ലെ വണ്ടി ഒതുക്കി നിർത്തി. എന്താ? സെയ്ദ് ചോദിച്ചു. ഒന്നുമില്ലെന്ന് ആംഗ്യം കാണിച്ച് ടൈറ്റസ് തലപ്പുറത്തേക്കിട്ടു. റെയർ വ്യൂ ഗ്ലാസ്സിലൂടെ വാച്ചർ ചെല്ലക്കുട്ടനോടായി പറഞ്ഞു. ഡാ ചെല്ലാ, ഈ ഭാഗത്ത് നിറയെ ചെവിയന്മാരാ. ദോ അവിടെ 6-7 നിൽക്കുന്നു, ചെല്ല്. വിമൽ ചോദിച്ചു. സാറിനാന്നോ? ഛേ, ടൈറ്റസ് പറഞ്ഞു. പുലി കിടന്ന് വിശന്ന് മുരുളുന്നത് കേൾക്കുന്നില്ലേ? മിണ്ടാപ്രാണിയല്ലേ, അതിന് വിശപ്പ് കാണുകയല്ലേ? ചെല്ലക്കുട്ടൻ മെല്ലെ പുറത്തിറങ്ങി. അവിടെ കിടന്ന 3-4 കല്ലെടുത്ത് മുന്നോട്ടു പോയി. ഒരെണ്ണത്തിനെ ലക്ഷ്യം വെച്ചു. കൃത്യം ഒന്നിൻ്റെ പിടലേക്ക് കൊണ്ടു. അത് മലച്ചു കുഴഞ്ഞു വീണു. എടുത്തുകൊണ്ട് ചെന്നപ്പോൾ ടൈറ്റസ് പറഞ്ഞു, മിടുക്കൻ, നീയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നത് നന്നായി. മറിച്ച് നായാട്ട് സഹായത്തിലായിരുന്നേൽ ഞങ്ങളെ ഇടികൊണ്ട് പരപ്പിളകിയനെ. കൂട്ടിലിട്ട മുയൽ ചത്തിരുന്നില്ല. പുലി അതിനെ ആക്രമിച്ചു പിടിച്ച് കഴിക്കുന്നതിൻ്റെ ശബ്ദങ്ങൾ മുൻ സീറ്റിലിരുന്നവർ കേട്ടു. വണ്ടി ഒരു ഇല്ലാ വഴിയിലൂടെ റൂട്ട് മാറ്റി വിട്ടിട്ടു ടൈറ്റസ് പറഞ്ഞു. ഇവിടെ അടുത്തൊരു ഉഗ്ര സ്ഥലമുണ്ട് സാറേ. സെയ്ദ് ചോദിച്ചു. ഇതിനെ തുറന്നുവിടാൻ പറ്റുന്ന സ്ഥലമാണോ? നല്ല വേഗത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് ടൈറ്റസ് പറഞ്ഞു. ഇതിനകത്ത് ഒരു നഗരമുണ്ടായിരുന്നു, ഒരു ബുദ്ധ നഗരം. ചില അവശിഷ്ടമൊക്കെയുണ്ട്. സെയ്ദ് പറഞ്ഞു. എനിക്കറിയാം, അവിടേക്കുള്ള നഗരപാതയാണ്. നൂത്തുവിടാം. നിരപ്പായ വഴിയാ, ഒരു കല്ല് പോലുമില്ല. ഈ 2 ആൾ പൊക്കത്തിൽ നിൽക്കുന്ന പുല്ലുകൾ വെറും പടമാ. ഒരു മലയണ്ണാൻ്റെ കാഷ്ടം വന്ന് വണ്ടിക്ക് മുന്നിൽ വീണു. പുലിയുടെ അനക്കം കേട്ടാകണം മരത്തിലെ കുരങ്ങന്മാർ ബഹളം വെച്ചു. ചെല്ലക്കുട്ടൻ കൂട്ടിലെ ടാർപോളിൽ ഒന്നുകൂടി കറക്റ്റാക്കി മറച്ചു. ഒരു കുന്നിൻ്റെ മണ്ടയിൽ വണ്ടി നിന്നു. മരം കുറഞ്ഞു വിശാലമായ ഇടം, ഭംഗിയുള്ള പാറമുനമ്പുകൾ, ഒരു ആൽമരം, സുഖമുള്ള അന്തരീക്ഷം. വിമൽ പറഞ്ഞു. പുലിയെ ഇവിടെ വിടാം, സാറിവിടെ സുരക്ഷിതമായിട്ട് ഇരുന്നാൽ മതി. ഗ്ലാസ് കെട്ടിയിട്ടേര്. പുലിക്ക് പോകുമ്പം ഒന്ന് മാന്തിയേച്ച് പോകാൻ തോന്നിയാൽ തീർന്നില്ലേ? റിട്ടയർമെൻറ്റിന് തലേന്ന് ഞങ്ങൾ കൊണ്ടുപോയി കടി വാങ്ങിച്ചു തന്നെന്ന് പറയും. ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇല്ലേ ടൈറ്റസേ? ലീവ് കിട്ടും. ചെല്ലക്കുട്ടൻ ടൈറ്റസിൻ്റെ നിർദ്ദേശാനുസരണം കയർ കൂടിൻ്റെ വാതിൽ ഉയർത്താനുള്ള ലിവറിൽ കെട്ടി. മറ്റേ അറ്റം ആൽമരത്തിൻ്റെ താഴത്തെ കൊമ്പിൽ കെട്ടിയ കപ്പിയിലൂടെ എടുത്തു. അതും പിടിച്ച് ആലിൻ്റെ പിറകെ നിൽക്കുമ്പോൾ ഡ്രൈവർ ടൈറ്റസ് ഒരു കയറുകൂടി കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു. ദാ ഇതുകൂടി എടുക്ക്, ആ കപ്പിക്കകത്തൂടെ. ചെല്ലക്കുട്ടൻ അതുപോലെ ചെയ്തു. അന്നേരം വിമലും കൂടി വന്ന് 2ാമത്തെ കയറിൽ പിടിച്ചു. ആദ്യത്തെ കയർ ചെല്ലക്കുട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വിമൽ പറഞ്ഞു. വാതിൽ പൊക്ക്. ചെല്ലക്കുട്ടൻ പറഞ്ഞു. സാറേ, നമ്മളൊന്ന് സേഫായിട്ട് നിൽക്കണ്ടേ? വിമലൊരു തെറി വിളിച്ചു. പറയുന്നത് കേക്കടാ. ചെല്ലക്കുട്ടൻ വാതിൽ പൊക്കിയതും പുലി ഒറ്റ ചാട്ടം. ചാടിയത് പുറത്തേക്കാണ്, പക്ഷേ ഉയർന്നത് ആകാശത്തേക്ക്. ചെല്ലക്കുട്ടൻ ഒരു സെക്കൻഡ് ഞെട്ടിപ്പോയി. അന്നേരമാണ് 2ാമത്തെ കുരുക്ക് അതിൻ്റെ കഴുത്തിലായിരുന്നെന്ന് അവൻ കണ്ടത്. പുലി ഇപ്പോൾ അന്തരീക്ഷത്തിലാണ്. അത് കിടന്ന് പിടയ്ക്കുന്നു. വിമലും ടൈറ്റസും ചേർന്ന് പുലിയെ താഴെ വീഴാതെ വലിച്ചു നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാലുകൾ ഒന്ന് പിടിച്ചു, കണ്ണുകൾ തുറച്ചു വന്നു. ഒരു തുള്ളി മൂത്രം പുറത്തു വീണു. 1 മിനിറ്റ് വെയിറ്റ് ചെയ്തു. പുലി ഒന്ന് അനങ്ങാതാവും. 1 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പിടയ്ക്കും. ഇത് 2-3 തവണയായി. ഇത് കണ്ടിട്ടാണ് സെയ്ദ് ചാടിയിറങ്ങി ചെന്നത്. അയാൾ ഉറക്കെ ചോദിച്ചു. എന്തൊരു പണിയാടോ കാണിച്ചത്? വിമൽ വെപ്രാളത്തോടെ പറഞ്ഞു. സാറേ, ഈ കുന്തൻ ചാകുന്നില്ല, കുരുക്ക് ശരിയായില്ല. ചെല്ലക്കുട്ടൻ പറഞ്ഞു. നിലത്തിറക്കി കയർ അറുത്തു വിടാം. സെയ്ദ് വേഗം പോയി തോക്കെടുത്തു കൊണ്ടുവന്ന് അതിൻ്റെ നെഞ്ചു നോക്കി ഒരു വെടി പൊട്ടിച്ചു. ചെറിയ ഹോസിൽ നിന്നെന്ന പോലെ ചോര ചാടി. സെയ്ദ് പറഞ്ഞു. ഇനിയിപ്പോൾ വിട്ടാലും 4 ചുവട് അത് ഓടില്ല. കോപ്പിൽ പരിപാടിയായിപ്പോയി. വിമൽ മെല്ലെ പുലിയെ താഴേക്ക് ഇറക്കി. പിന്നെ ചുറ്റുമൊന്ന് നോക്കി. ടൈറ്റസ് ദൂരെ നിന്ന് കൂർത്ത കൊമ്പുകൊണ്ട് അതിനെ കുത്തി ജീവൻ പോയെന്ന് ഉറപ്പാക്കി. വിമൽ കയർ വിട്ടു. ടൈറ്റസ് പറഞ്ഞു. ഞങ്ങൾ കരുതി സാറിന് അപ്രതീക്ഷിതമായിട്ട് ഒരു ട്രീറ്റ്.
സെയ്ത് ദേഷ്യം കൊണ്ടൊരു തെറി വിളിച്ചു. ട്രീറ്റ് സ്വസ്ഥമായിട്ട് പടിയിറങ്ങാൻ സമ്മതിക്കൂലല്ലേ? വിമൽ പറഞ്ഞു. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഡാ ചെല്ലക്കുട്ടാ, നമ്മൾ സാറിനൊരു റിട്ടയർമെൻറ്റ് പാർട്ടി കൊടുക്കയാ ഇവിടെ വെച്ച്. സാറൊന്നും അറിയണ്ട, അവിടെ പോയിരിക്കേ അരമണിക്കൂർ. ചെല്ലക്കുട്ടനോട് പറഞ്ഞു. പോയി വെള്ളം എടുത്തു കൊണ്ടുവാടാ, കുറച്ച് പിറകും. അവൻ പോയി തിരിച്ചു വന്നപ്പോൾ അവർ തൊലിയൊരിച്ച് തീർത്തിരുന്നു. കുടലും രോമവും എല്ലും പല്ലും നഖവും എല്ലാം കൂടി 2 പ്ലാസ്റ്റിക് കവറിലാക്കി ചെല്ലക്കുട്ടൻ്റെ കയ്യിലേൽപ്പിച്ചിട്ട് ഒരു കൈകൊണ്ട് ഉപയോഗിക്കാവുന്ന ചെറിയ മൺവെട്ടി ഏൽപ്പിച്ചിട്ടു വിമൽ പറഞ്ഞു. അത്യാവശ്യം ആഴത്തിൽ കുഴിച്ചിടണം. വല്ല കുറുക്കനോ ചെന്നായോ തോണ്ടിയ തെളിവാ, അറിയാമല്ലോ. ടൈറ്റസ് പുച്ഛിച്ചു. പിന്നെ തെളിവ്, നമ്മൾ വിട്ടിട്ട് പോയ പുലിയെ വേട്ടക്കാരി കാച്ചി, അത്രയേ ഉള്ളൂ. സെയ്ദിൻ്റെ ദേഷ്യം മാറിയിരുന്നില്ല. അയാൾ കലിയോടെ ടൈറ്റസിനെ നോക്കി പറഞ്ഞു. ഞാൻ ഇതിലും വലിയ അലമ്പ് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ പഴുതടച്ചിട്ടാ, അറിയാമോ? അരമണിക്കൂറിന് ശേഷം ചെല്ലക്കുട്ടൻ തിരിച്ചു വന്നപ്പോൾ ഇറച്ചി അങ്ങനെ തന്നെ ഇരിക്കുന്നു. വിമൽ പറഞ്ഞു. ഒരു അക്കിടി പറ്റിയടാ. മസാലയും മുളക് പൊടിയും ഇല്ല. സാധാരണ 3-4 ദിവസത്തേക്കുള്ള സകല സാധനങ്ങൾ ഞാൻ എടുക്കുന്നതാ. വളരെ ദൂരെയായി പുക ഉയരുന്ന ഒരിടം ചൂണ്ടി സെയ്ത് പറഞ്ഞു. അതൊരു ഊരാ, പോയി വാങ്ങിച്ചോണ്ട് വാ. അയാൾ ഒരു 200 രൂപയുടെ നോട്ടെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു. ഡാ, മഞ്ഞളും കുരുമുളകും കുറച്ചധികം വാങ്ങിച്ചോ. ചെല്ലക്കുട്ടൻ പറഞ്ഞു. സാർ, ഞാൻ ഒറ്റയ്ക്ക്. വിമൽ ടൈറ്റസിനെ നോക്കി. ടൈറ്റസ് പറഞ്ഞു. നല്ല നിലാവുണ്ട്, നീ പോയിട്ട് വാ. അത്ര ദൂരമൊന്നുമില്ല. എൻ്റെ കാലിൽ വിഷക്കല്ല് കാച്ചിയോന്ന് സംശയം, വേദന. അവൻ മനസ്സില്ലാ മനസ്സോടെ കുന്നിറങ്ങിപ്പോയപ്പോൾ ടൈറ്റസ് പറഞ്ഞു. കാണുന്ന പോലല്ല, നല്ല ദൂരമുണ്ട്. ഊര് കാക്കുന്ന പട്ടികളും കാണുമോ? എനിക്ക് ഭയങ്കര പേടിയാ അതിനെ. ജീപ്പിൻ്റെ പിന്നിൽ ഇറക്കത്തിലുള്ള ഒരു പാറ. അതിൽ 4 പേർക്ക് വേണ്ട ഇറച്ചി മാത്രം വിരിച്ചിട്ടു. ബാക്കി കൊക്കയിലേക്ക് എറിഞ്ഞു. ആഴത്തിൽ പോകുന്നതിന് മുൻപ് ഒരു രാത്രി പക്ഷി വന്ന് അതിലൊരു ഭാഗം റാഞ്ചിയെടുത്ത് പറന്നു. വിമൽ കള്ളൊഴിച്ച് സെയ്ത് സാറിന് കൊടുത്തിട്ട് പറഞ്ഞു. നിലാവിൽ പൂർണ്ണചന്ദ്രനിൽ ഉണക്കിയ കരിമ്പുലിയുടെ ഇറച്ചി ഉലത്തിയത് സാർ കഴിക്കുമ്പോൾ അത് ലോകത്ത് ഒരു റിട്ടയർമെൻറ്റിനും ഒരു ജീവനക്കാരനും കിട്ടാത്ത ആദരവായിരിക്കും. 2ാമത്തെ പെഗ് ഉള്ളിൽ കത്തിയപ്പോഴാണ് സെയ്ദ് അതിന് മറുപടി പറഞ്ഞത്. ആരൊക്കെ നമുക്ക് എന്തൊക്കെ ഓർമ്മകളാ തരുന്നതെന്ന് ആർക്കറിയാം. സെയ്ദ് സാർ പാറപ്പുറത്ത് മലർന്നു കിടന്നു. ഒന്ന് മയങ്ങി. കുറേ കഴിഞ്ഞു ഇരുട്ടിൽ നിന്ന് ഒരു ചൂട്ടുംകറ്റ മിന്നി വരുന്നു. ലഹരിയിൽ വിമൽ പറഞ്ഞു. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. കുട്ടിക്കാലത്ത് നാട്ടിൻപുറത്ത് കണ്ട ഓർമ്മ. ചൂട്ട് താനേ നടന്നു വരുന്നു. സെയ്ദ് അത് കേട്ട് ചാടി എഴുന്നേറ്റു. അയാൾ വളരെ ജാഗ്രതയോടെ ആ ചൂട്ടിൻ്റെ വരവിനെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. വിമൽ പറഞ്ഞു. അതാ ചെല്ലക്കുട്ടനായിരിക്കും സാറേ. സെയ്ദ് പറഞ്ഞു. അവനല്ല, ഉറപ്പാ. ആ ആയം കണ്ടാൽ അറിയാം. നന്നായി നടന്നു പരിചയമുള്ള വഴിയിലൂടെ നടന്നു വരുന്ന ആരോ ആണ്. വിമൽ പറഞ്ഞു. ആരോ വരട്ടെ സാറേ, നമ്മൾ കാട്ടിലെ ദൈവങ്ങളാ, അറിയോ? സെയ്ദ് ദിശ മാറാതെ തങ്ങളുടെ നേരെ വരുന്ന ചൂട്ടുകറ്റിയെ ശ്രദ്ധിക്കുകയായിരുന്നു. അയാൾ ജീപ്പിൽ നിന്ന് തൻ്റെ തോക്കെടുത്തു. DFO റിച്ചാർഡ് സാറിൻ്റെ മുന്നറിയിപ്പ് വീണ്ടും മനസ്സിൽ വന്നു. ഉണ്ടോ എന്ന് പരിശോധിച്ച് അടച്ചു. അത് കണ്ടപ്പോൾ വിമലിൻ്റെ ചിരി മെല്ലെ വറ്റി വന്നു. ടൈറ്റസിനോട് സെയ്ദ് പറഞ്ഞു. നമ്മളെ കടന്ന് ഇറച്ചി കിടക്കുന്ന പാറയിലേക്ക് ആരും പോകില്ല, മനസ്സിലായോ? അയാൾ തോക്ക് എളുപ്പത്തിലെടുക്കാവുന്ന പരുവത്തിൽ അരയിൽ വെച്ചു. നടന്നു വരുന്നവരെ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി. മുന്നിൽ ചൂട്ടുമായി വരുന്നത് കറുത്തു പൊക്കം കുറഞ്ഞ ഒരാൾ, പിന്നിൽ ചെല്ലക്കുട്ടൻ. നടന്നു വന്നവർ കുന്നിന് താഴെ വെച്ച് അപ്രത്യക്ഷമായി. വൈകാതെ അവർ കുന്നുകയറി തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. സെയ്ദ് ഒരു ചൂയിങ്കം എടുത്ത് വായിലേക്കിട്ടു. ചൂട്ടുകറ്റയുമായി ആദ്യം അപരിചിതനാണ് കയറി വന്നത്. കറുത്ത് കവിളിലുന്തിയ ചപ്രാമുടിയുമായി മധ്യവയസ്കനായ ഗൗരവം തോന്നിക്കുന്ന ഒരാൾ. ചെല്ലക്കുട്ടൻ ഓടി അപരിചിതൻ്റെ മുന്നിൽ കയറി സെയ്ദിനടുത്തേക്ക് വന്നു. സെയ്ദ് പല്ല് കടിച്ചു പിടിച്ച് പിറുപിറുത്തു. ആരാടാ അത്? ചെല്ലക്കുട്ടൻ അടക്കത്തിൽ പറഞ്ഞു. എൻ്റെ സാറേ, ഭയങ്കര സീനായിപ്പോയി.
ഞാൻ അവിടെ ചെന്ന് മസാല ചോദിച്ചതും കുടിയിലുള്ള 5-6 പേര് ചേർന്നങ്ങ് വളഞ്ഞു. കാശ് കൊടുക്കാമെന്ന് പറഞ്ഞതൊന്നും ഏറ്റില്ല. കുറച്ച് ചിക്കൻ വരട്ടാനാണെന്ന് പറഞ്ഞത് വിശ്വസിച്ചില്ല. ഫോറസ്റ്റ് വാച്ചറാണെന്ന് പറഞ്ഞ് ID കാർഡ് കാണിച്ചപ്പോൾ ഒന്നയഞ്ഞു. ദാ എൻ്റെ പുറകെ നിൽക്കുന്ന കക്ഷിയെ അവരാരോ വിളിച്ചു കൊണ്ടുവന്നതാ. ഇയാൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. ഏത് റേഞ്ച്, ഡിവിഷൻ, അങ്ങനെ കുറേ ചോദ്യം. പിന്നെ ചോദിച്ചു ഇപ്പോൾ ആരൊക്കെ കൂടെയുണ്ടെന്ന്. ഞാൻ നിവൃത്തിയില്ലാതെ പറഞ്ഞു റേഞ്ചർ കൂടെ ഉണ്ടെന്ന്. ഏത് റേഞ്ചറാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാറിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ഇയാൾ സോഫ്റ്റായി. സാറിനെ നല്ലതുപോലെ അറിയാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് നടക്കാൻ പറഞ്ഞു. കയ്യിലെ പ്ലാസ്റ്റിക് ബാഗ് കാണിച്ചിട്ട് ചെല്ലക്കുട്ടൻ പറഞ്ഞു, പക്ഷേ മസാല കിട്ടി കേട്ടോ. സെയ്ത് ദൂരെ നിൽക്കുന്ന ആളിനെ സൂക്ഷിച്ചു നോക്കി. മൂടൽമഞ്ഞുള്ളതുകൊണ്ട് വ്യക്തമല്ല. മെല്ലെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അപരിചിതൻ്റെ കയ്യിലെ ചൂട്ടുകറ്റ ഇപ്പോൾ മണ്ണിലിറങ്ങിയ മിന്നുമിനുങ്ങുകളെപ്പോലെ തീത്തുമ്പുകൾ മാത്രമായി കൊഴിഞ്ഞു. കക്ഷത്തുള്ള മറ്റൊരു ചൂട്ടുകറ്റ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ 2 അടി മുന്നോട്ട് വന്നു. നിലാവിൽ മുഖം വ്യക്തമാണ്. ഇല്ല, പരിചയമില്ല, ഉറപ്പ്. വന്ന ആൾ പുഞ്ചിരിച്ചിട്ട് മെല്ലെ പറഞ്ഞു, ഞാൻ I-18. സെയ്ത് ഞെട്ടി ഒരടി പിന്നാക്കം വെച്ചു. നെഞ്ചിടിപ്പോടെ സെയ്ത് പുറകോട്ട് നോക്കി. എല്ലാവരും ശബ്ദപരിധിക്ക് പുറത്താണ്. I-18 പറഞ്ഞു, സാർ, നമ്മൾ പരസ്പരം കാണുമെന്ന് വിചാരിച്ചതല്ല. വലിയൊരു വിവരം തരാനുണ്ട്. അത് പറയാൻ ഞാൻ വിളിച്ചപ്പോൾ സാർ റേഞ്ചില്ലാത്ത ഇടത്താണെന്ന് മനസ്സിലായി. അപ്പോഴാ ഈ വാച്ചറെ കണ്ടത്. എന്താ വിവരം? നിങ്ങൾ വന്ന വഴിക്ക് പുഴയുടെ തീരത്ത് പല്ലുന്തിപ്പാറയ്ക്കടുത്ത് ഒരു ഞാറമരം നിൽപ്പുണ്ട്. അതിൻ്റെ കീഴെ ആരോ എന്തോ കുഴിച്ചിട്ടു. ദൂരെ നിന്നുള്ള കാഴ്ചയാ. നായാട്ടുകാരല്ല, ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആ നേരം അവിടെ ആരും വരില്ല. എന്തോ മറയ്ക്കാനാണ്, ഉറപ്പ്. പല്ലുന്തിപ്പാറ, ഞാൻ നോക്കിക്കൊള്ളാം. ഇനി ഇതേക്കുറിച്ച് ആരോടും മിണ്ടണ്ട. ഇക്കാര്യങ്ങൾ ഒരാളോട് മാത്രമേ മിണ്ടാറുള്ളൂ ഞാൻ, 25 കൊല്ലമായിട്ട്. സെയ്ത് പറഞ്ഞു, എനിക്കറിയാം. ഇതുവരെ ചെയ്തു തന്നതൊക്കെ വലിയ സഹായങ്ങളാണ്. താങ്ക്സ്. ഇതുപോലൊരു ഡെഡിക്കേറ്റഡ് ഇൻഫർമേഷൻ ഇന്ത്യയിലൊരു ഉദ്യോഗസ്ഥന് വേറെ കിട്ടാനില്ല. താങ്ക്സ്. പലപ്പോഴും ജീവൻ കൊണ്ടുള്ള പന്താട്ടമായിരുന്നു. അടുത്ത ചൂട്ടുകറ്റയ്ക്ക് ലൈറ്റർ കൊണ്ട് തീ കൊളുത്തുമ്പം സെയ്തു ഒന്നുകൂടി അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ പേരെന്താണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. വേണ്ടെന്ന് വെച്ചു. വൈൽഡ് ലൈഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മാനുവലിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇൻഫോമർ എന്നല്ലാതെ കോടതിയിൽ പോലും ആളെ വെളിവാക്കരുതെന്ന്. സെയ്ത് വിളിച്ചു, ഹലോ. താഴേക്കിറങ്ങാൻ തുടങ്ങിയായിരുന്ന I-18 തിരിഞ്ഞു നോക്കി. സെയ്ത് പറഞ്ഞു, ഞാൻ പിരിയുകയാണ് നാളെ. അയാൾ പറഞ്ഞു, എനിക്കറിയാം സാർ. ഞാൻ പക്ഷേ പിരിയുന്നില്ല. എൻ്റെ ഡീറ്റെയിൽസ് ഇനി ആർക്കും കൊടുക്കരുത്. അങ്ങനൊരു പതിവുണ്ടോ ഫോറസ്റ്റിൽ? റിട്ടയർ ചെയ്യുമ്പോൾ ഇൻഫോമാരെ വിശ്വസ്തരായ കീഴുദ്യോഗസ്ഥർക്ക് കൈമാറുന്ന രീതി. ഇനിയുള്ള ആളിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. സാറിനെ പോലെ മിടുക്കനായ ഒരാളെ. കാടിനോടൊക്കെ ഇത്തിരി സ്നേഹമുള്ള. ഗുഡ്, താങ്ക്സ് വൺസ് അഗെയിൻ, സെയ്തു പറഞ്ഞു. ഇൻഫോമർ താഴേക്ക് നടന്നു. ഇവൾ ചോദിച്ചു, ആരാ സാർ? സെയ്തു പറഞ്ഞു, വേഗം. ഇനി ഇവിടെ നിൽക്കരുത്, പോകാം. ഇറച്ചിയെല്ലാം വാരിക്കൂട്ടി അവർ വണ്ടിയിൽ കയറി. 4-5 കിലോമീറ്റർ വണ്ടിയോടിച്ച് അവർ മലയുടെ മറ്റൊരു ഇടത്തിലേക്ക് മാറി. ഇവിടെ മതിയോ മതിയോ എന്ന് ടൈറ്റസും വിമലും ചോദിക്കുന്തോറും പിന്നിൽ ആരോ ഉള്ളതുപോലെ പോട്ട് പോട്ട് എന്ന് പറയുകയാണ് സെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂറ്റനൊരു പാറയിലേക്ക് വണ്ടി കയറി. അവിടേക്ക് ആർക്ക് വരാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ സെയ്ത് പറഞ്ഞു, മതി, ഇവിടെ ഇവിടെ. വിമൽ ചെല്ലക്കുട്ടനോട് പറഞ്ഞു, അവിടെ ആ ആത്തിമരത്തിന് കീഴെ അടുപ്പ് കൂട്ട്. ചെല്ലക്കുട്ടൻ ഇറച്ചി വെള്ളത്തിലിട്ടു, മസാല ചേർത്തു. ഇറച്ചി ഉലർത്തിയെടുത്തപ്പോൾ നല്ല മണം. അത്തിയുടെ വലിയ 4 ഇലകളിൽ ഇറച്ചി പങ്കുവെച്ചു. ആദ്യത്തെ പങ്ക് വിമൽ സെയ്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. ടൈറ്റസ് പാടി, ഹാപ്പി റിട്ടയർഡ് ലൈഫ് ടു ഡിയർ സെയ്താലി സർ. ചെല്ലക്കുട്ടന് വിമലും ഏറ്റുപാടി, ഹാപ്പി റിട്ടയർഡ് ലൈഫ് സർ. എന്തോ ആലോചിച്ചിട്ട് ഇരുന്ന് സെയ്ദ് സാർ ഒരു കഷണം വായിൽ വെച്ചിട്ട് പറഞ്ഞു,
കൊന്നാ പാപം തിന്നാ തീരും. എങ്ങനെയുണ്ട് പറ സാറേ, വിമൽ ചോദിച്ചു. സെയ്ദ് ഒന്നും പറഞ്ഞില്ല. വിമൽ പാത്രത്തിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് സ്വന്തം വായിൽ വെച്ചിട്ട് ആസ്വദിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ആടിൻ്റെ അല്ല ആടല്ല, ചെമ്മരിയാടിൻ്റെ ഇറച്ചിയില്ലേ, അതുപോലുണ്ട്, കുറച്ചുകൂടെ കട്ടിയുണ്ടെന്നേ ഉള്ളൂ. ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ട് ടൈറ്റസ് പറഞ്ഞു, അല്ല, പോർക്കിൻ്റെ ഒരു ശൈലിയാ. വിമൽ ചെല്ലക്കുട്ടനോട് ചോദിച്ചു, ഡാ നീ കഴിക്കുന്നില്ലേ, വാ വന്ന് കഴി. അവൻ പറഞ്ഞു, പാത്രം കഴുകിയിട്ട് വരാം. സെയ്ദ് ഇറച്ചി ചവച്ചിറക്കിക്കൊണ്ട് പറഞ്ഞു, ആ പാത്രം ഇനി വേണ്ട, കല്ലെടുത്ത് ഇടിച്ച് ഞുടുക്കി ഷേപ്പ് കളയണം, പിന്നെ ആളിറങ്ങാത്ത ഏതെങ്കിലും കൊക്കയിലേക്ക് എറിയണം. ചെല്ലക്കുട്ടൻ പാത്രവുമായി താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സെയ്ദ് പറഞ്ഞു, ഡാ കഴിച്ചിട്ട് പോയാൽ മതി. പോയിട്ട് വരാം സാർ എന്ന് പറഞ്ഞ് അവൻ പാത്രവുമായി താഴേക്ക് ഇറങ്ങി. ടൈറ്റസ് അന്നേരം കുപ്പിയെടുത്തു. വിമലിനോടും സെയ്ദിനോടും ചോദിച്ചു, ഓരോന്നുകൂടി ഒഴിക്കട്ടെ? വേണ്ടെന്ന് സെയ്ദ് കൈ കാണിച്ചു. വിമൽ ചോദിച്ചു, ഇത്രയും ടെൻഷൻ അടിക്കുന്നത് എന്തിനാ സാറേ? സെയ്ദ് പറഞ്ഞു, നിങ്ങൾക്കറിവില്ല, അതാ പേടിയില്ലാത്തത്. എടോ, നമ്മൾ വിസർജിച്ചിട്ട് പോയ മരത്തിൽ നിന്ന് പോലും DNA വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന കാലമാ, അറിയോ? പ്രതിയെന്ന് സംശയിക്കുന്ന ആളിൻ്റെ വിസർജ്യം ഉണക്കി ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചു കൊടുത്താൽ മതി. പ്രതിയുടെ തിന്ന ജന്തുവിൻ്റെ ജനിതകം പറയും. അവിടുത്തെ ലാബ് മണി പോലെ. ടൈറ്റസ് പറഞ്ഞു, നമ്മൾ പ്രതികളല്ല, വിസർജിക്കുന്നുമില്ല, പോരെ? സെയ്ദ് പറഞ്ഞു, ആ കുടിലിൽ നിന്ന് കയറി വന്നവർ ആരാന്നറിയാമോ? വിമൽ മനസ്സിലാകാതെ നോക്കി. സെയ്ദ് തുടർന്നു, ഡിപ്പാർട്ട്മെൻറ്റിൽ പലരും എൻ്റെ അടുത്ത് അസൂയയോടെ ചോദിച്ചിട്ടുണ്ട്, വൈൽഡ് ലൈഫ് ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും മാത്രം ഇൻഫർമേഷൻ എവിടുന്നാണ് കിട്ടുന്നതെന്ന്. അതാ വന്നു പോയവൻ തന്നുകൊണ്ടിരിക്കുന്നതാ. I-18 എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ 18 എന്നാണ് ഞാൻ അവൻ്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. ഒരു ആനക്കൊമ്പ് കേസിൽ സ്വന്തം തന്തയ്ക്കെതിരെ തെളിവ് തന്നു തുടങ്ങിയതാ അവൻ. അപ്പോൾ ഓർത്തോളണം അവൻ്റെ മനോനില. അവനാണ് വന്നത്. എന്തിനാണെന്നറിയാമോ? നമ്മൾ നടത്തിയ ക്രൈമിനെക്കുറിച്ച് വിവരം തരാൻ. വിമലിൻ്റെയും ടൈറ്റസിൻ്റെയും മുഖം വാങ്ങി സെയ്ദ് കൂട്ടിച്ചേർത്തു. നമ്മൾ കൊന്ന പുലിയുടെ അവശിഷ്ടം കുഴിച്ചിടുന്നത് അവൻ്റെ ആരോ കണ്ടു. അത് പറയാനാണ്.